ഇവിടെ നമ്മൾ മാത്സിൻ്റെ ഓണം എക്സാമിനുള്ള കുറച്ച് ഫോർമുലാസാണ് പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ അരിത്തമാറ്റിക് പ്രോഗ്രഷൻ നോക്കാം. അതിൽ ആൾജിബ്ര കണ്ടുപിടിക്കാൻ ടു ഫൈൻഡ് ആൾജിബ്ര നമ്മൾ ഫോർമുല ഉപയോഗിക്കുന്നത് എക്സ് എൻ ഈസ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്, എഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം. അപ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്ക് ആൾജിബ്ര കിട്ടും. ആൾജിബ്ര കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ദെൻ നമുക്ക് സം ഓഫ് ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 അങ്ങനെയുള്ള നമ്പേഴ്സിനാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ എണ്ണൽ സംഖ്യകൾ. അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ വേണമെങ്കിൽ n ഇൻറ്റു n പ്ലസ്, അതായത് 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ 1 മുതൽ 1, 2, 3, 10 വരെയുള്ള സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ 1 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ യൂസ് ചെയ്യുന്ന ഫോർമുല n ഇൻറ്റു n പ്ലസ് 1/2 എന്നാണ്. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ്. ഇപ്പോൾ 1 മുതൽ 10 വരെയാണെന്ന് പറയുമ്പോൾ n ഈസ് ഈക്വൽ ടു 10. 1 മുതൽ 100 വരെയാണെന്ന് പറയുമ്പോൾ n ഈസ് ഈക്വൽ ടു 100. ഓക്കെ. സം ഓഫ് ഫസ്റ്റ് n ഈവൺ നമ്പേഴ്സ്. അപ്പോൾ ഈവൺ നമ്പേഴ്സ് ഫസ്റ്റ് അതായത് ഇടയിൽ പിടിച്ചിട്ട് ഇപ്പോൾ 10, 12 അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഫോർമുല ഉപയോഗിക്കാൻ പാടില്ല. ഫസ്റ്റ് 2, 4, 6, 8 ആദ്യം മുതലുള്ള ഈവൺ നമ്പേഴ്സിൻ്റെ ഫോർമുലയായിട്ട് ഈ ഫോർമുല ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ 1 മുതൽ 100 വരെയുള്ള ഈവൺ നമ്പേഴ്സിൻ്റെ തുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കിത് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈവൺ നമ്പേഴ്സ് എത്ര? 1 മുതൽ 100 വരെ പറയുമ്പോൾ ഈവൺ നമ്പേഴ്സ് 50 ആണ്. അപ്പോൾ അതിനുപയോഗിക്കുന്ന ഫോർമുല എസ് എൻ ഈസ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1. അപ്പോൾ n ഈസ് ഈക്വൽ ടു ഇപ്പോൾ 1 മുതൽ 100 വരെയാണെങ്കിൽ ഈവൺ നമ്പേഴ്സ് 50 എണ്ണുള്ളത്, n ഈസ് ഈക്വൽ ടു 50. ഓക്കെ. അതുപോലെ സം ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ്. 1 മുതൽ 100 വരെയുള്ള ഓഡ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 50 എണ്ണാണുള്ളത്. അപ്പോൾ എസ് എൻ ഈസ് ഈക്വൽ ടു n സ്ക്വയർ. n ഈസ് ഈക്വൽ ടു 50, 50 സ്ക്വയർ ആൻസർ. ഓക്കെ. ഈ സം ഓഫ് n നമ്പേഴ്സ്, അത് ഏതൊരു അരിത്തമാറ്റിക് പ്രോഗ്രഷൻ ആയാലും ഏതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആയാലും അതിൻ്റെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല എസ് എൻ ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn. അപ്പോൾ 25 ടേംസിൻ്റെ സമ്മാണെന്ന് പറയുമ്പം x25 എന്താണ് നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് അവിടെ ലാസ്റ്റ് ടേം x25 എഴുതണം കേട്ടോ. അങ്ങനെയാണ്. ഓക്കെ. ഈ സം ഈസ് ഗിവൺ. നമുക്കിപ്പോൾ കുറച്ച് അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ സമ്മ് തന്നിട്ടുണ്ട്. അതിൻ്റെ മിഡിൽ ടേം നമ്മളടുത്ത് ഒരു 31 ടേംസ് ഉണ്ടെന്ന് പറഞ്ഞു വിചാരിക്കും. 31 ടേംസിൻ്റെ സമ്മ് തന്നിട്ടുണ്ട്. അതിൻ്റെ മിഡിൽ ടേം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സം, തന്നിരിക്കുന്ന സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ്. 31 ടേംസ് ആണുള്ളത്. അപ്പോൾ 31 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതെപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ. ലെറ്റ് സം ഓഫ് n ടേംസ് ഈസ് ഈക്വൽ ടു 2n സ്ക്വയർ പ്ലസ് n. നമ്മൾ എക്സ് എൻ ഈസ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി എന്ന് പറഞ്ഞത് ഒരു അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ ആൾജിബ്രയാണ്. ഇനി ഒരു അരിത്തമാറ്റിക് സം ഓഫ് n ടേംസിന് ഒരു ആൾജിബ്രയുണ്ട്. ആ ആൾജിബ്ര n സ്ക്വയർ പ്ലസ്, അതായത് an സ്ക്വയർ പ്ലസ് ബി എന്നാണ് അതിൻ്റെ ഫോർമാറ്റ്. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ വന്നിരിക്കുകയാണ്. 2n സ്ക്വയർ പ്ലസ് n ഒരു ആൾജിബ്രയാണ്, സമ്മിൻ്റെ ഒരു ആൾജിബ്രയാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ദെൻ സം ഓഫ് 10 ടേംസ് എന്താണെന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നിൻ്റെ സ്ഥലത്ത് 10 കൊടുത്താൽ മാത്രം മതി. 2 × 10 സ്ക്വയർ പ്ലസ് 10, 2 × 100 പ്ലസ് 10 ഈസ് ഈക്വൽ ടു 200 പ്ലസ് 10 ഈസ് ഈക്വൽ ടു 10 അങ്ങനെ കിട്ടും. ഇനി നമ്മൾ സർക്കിൾസിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു സർക്കിളിവിടെ വെച്ചിട്ടുണ്ട്. എ ബി ഡയമീറ്റർ ആണ്. ആംഗിൾ സി എത്രയാണെന്ന് ചോദിച്ചത്. എ ബി ഡയമീറ്റർ ആയതുകൊണ്ട് ആംഗിൾ സി ഇവിടെ സെമി സർക്കിൾ ആംഗിളാണ്. സെമി സർക്കിൾ ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആംഗിൾ സി ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് സുഖമായിട്ട് എഴുതാം. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ ആംഗിൾ എ ഒ ബി ഈസ് ഈക്വൽ ടു 80 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ സി എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ എപ്പോഴും സെൻറ്ററിൽ കിട്ടുന്ന ആംഗിളിൻ്റെ പാതിയായിരിക്കും അതിൽ നിന്ന് പോകുന്ന സർക്കിളിൻ്റെ മറ്റു ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോവുകയാണെന്ന് വിചാരിക്കാം. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഈ എ ഡി ബി എ സി ആംഗിൾ സിയും ആംഗിൾ ഡിയും 40 ഡിഗ്രി ആയിരിക്കും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, എ ബി സി ഡി ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. ഇവിടെ ആംഗിൾ ഡി എത്രയെന്ന് തന്നിട്ടില്ല. അപ്പോൾ എ ബി സി ഡി ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയതുകൊണ്ട് ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 180 മൈനസ് 70. സൈക്ലിക് ക്വാഡ്രിലാറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് രണ്ടും കൂടെ കൂട്ടി എപ്പോഴും 180 ആയിരിക്കും. അപ്പോൾ ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 180 മൈനസ് 70 ഈസ് ഈക്വൽ ടു 110. ഓക്കെ. ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എപ്പോഴും വരുന്നതാണ്. ഇത് നമുക്ക് ചിത്രം വരയ്ക്കാനും വരും, അല്ലെ കണക്ക് ചെയ്യാനും വരും. അപ്പോൾ ഇതിൻ്റെ ഫോർമുല എ ബി ഇൻറ്റു ബി സി ഈസ് ഈക്വൽ ടു ബി ഡി സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എ ബി ഇൻറ്റു ബി സി ഈസ് ഈക്വൽ ടു ബി ഡി സ്ക്വയർ ചെയ്തപ്പോൾ ഇവിടെ √6 കിട്ടി. അപ്പോൾ നിങ്ങളോട് പറയാം
√6 സൈഡ് വരുന്ന അല്ലെങ്കിൽ 6 സെൻറ്റിമീറ്റർ സ്ക്വയറുള്ള ഒരു സമചിത്രം വരയ്ക്കാനൊക്കെ ആയിരിക്കും പറയുക. അപ്പോൾ √6 നമുക്ക് സൈഡ് കിട്ടുന്നത്. അപ്പോൾ √6 കിട്ടിക്കഴിഞ്ഞാൽ ആ √6ൻ്റെ അളവ് ഇങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ട് കൊടുത്തിട്ട് നമുക്ക് ആ ചിത്രം വരയ്ക്കാൻ കംപ്ലീറ്റ് വരയ്ക്കാൻ സാധിക്കും. ഇതൊക്കെ ഞാൻ വേറെ ഇതിലിട്ടിട്ടുണ്ട്, വേറെ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ വേറൊരു ക്വസ്റ്റ്യനാണ്. ഇവിടെ ഒരു ഫോർമുല ഉപയോഗിക്കേണ്ടത് PA, വലിയ സൈഡ്. PA എന്ന് പറഞ്ഞാൽ വലിയ സൈഡ്, PA. പിന്നെ ചെറിയ സൈഡ് PB. PA ഇൻറ്റു PB ഇസ് ഈക്വൽ ടു PC, വലിയ സൈഡ്, ഇൻറ്റു PD. PA ഇൻറ്റു PB ഇസ് ഈക്വൽ ടു PC ഇൻറ്റു PD. ഫോർമുല കാണാതെ പഠിക്കുക. ഇതിലെന്തെങ്കിലും നമ്പേഴ്സൊക്കെ തന്നിട്ടുണ്ടായിരിക്കും, അപ്പോൾ കാണാതെ പഠിക്കുക. ഓക്കെ, ഇതിലാണെങ്കിൽ AP ഇൻറ്റു PB ഇസ് ഈക്വൽ ടു PC ഇൻറ്റു PD. ഇങ്ങനത്തെ ഒരു ഫിഗർ തരികയാണെങ്കിൽ AP ഇൻറ്റു PB ഇസ് ഈക്വൽ ടു PC ഇൻറ്റു PD.